വായിച്ചേ കേക്കട്ടെ. 94. Who was the founder editor of Kesari? Bal Gangadhar Tilak. ഫൗണ്ടർ ആൻഡ് എഡിറ്റർ ഓഫ് കേസരി. കേസരി ബാലഗംഗാധര തിലകൻ തുടങ്ങിയ പത്രമാണ് അല്ലേ? ഇപ്പം കേസരി ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. കേസരി ഇപ്പോൾ എന്താണ്? RSSന്റെ മുഖപത്രമാണ് കേസരി. കണ്ടിട്ടുണ്ടോ? കേസരി തുടങ്ങിയതാരാ? ബാലഗംഗാധര തിലകൻ. യെസ്, ബാലഗംഗാധരൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ കേസരി RSSന്റെ മുഖപത്രമാണ്, കോൺഗ്രസിന്റെ മുഖപത്രമല്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു മുഖപത്രമേ ഇല്ല. ബൈ സൈനിങ് വിച്ച് പാക്ട് വിത്ത് ഗാന്ധി ഡിഡ് അംബേദ്കർ ഗീവ് അപ്പ് ഹിസ് ഡിമാൻഡ് ടു സെപ്പറേറ്റ് എലക്ടേഴ്സ്? ഏത് കരാറിലാണ് സെപ്പറേറ്റ് എലക്ടേഴ്സ് എന്ന് പറയുന്നത് അംബേദ്കർ വേണ്ട എന്ന് വെച്ചത്? ഏത് പാക്റ്റിൽ സൈൻ ചെയ്തിട്ടാണ്? പൂന പാക്ട്. പൂന പാക്ട് എന്താണെന്നറിയാമോ? ഇല്ല. 1932 മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞില്ലേ? ആ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിയും കോൺഗ്രസും ഇവിടുത്തെ ഹിന്ദു മഹാസഭയും ഒപ്പിട്ടത് എന്താണെന്നറിയാമോ? ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഒപ്പിട്ടിടിഞ്ഞ് പോരുന്നു. അവരവിടെ നിന്നില്ല. പക്ഷേ അവിടെ നിന്ന 2-3 പേരുണ്ട്. മുഹമ്മദ് അലി ജിന്ന, ഡോക്ടർ BR അംബേദ്കർ, അതുപോലെ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിച്ച് എല്ലാവരും അവിടെ നിന്നിട്ട് അവരൊരു വാദം നടത്തി. എന്താണെന്നറിയാമോ? വി വാണ്ട് സെപ്പറേറ്റ് എലക്ടേഴ്സ് ഫോർ ഹിന്ദുസ്, മുസ്ലിംസ് ആൻഡ് ഡിപ്രസ്ഡ് ക്ലാസസ്. ആർക്കൊക്കെ? ഹിന്ദു മത്സരിക്കുന്ന മണ്ഡലത്തിൽ മുസ്ലിം മത്സരിക്കത്തില്ല. മുസ്ലിമിന് പ്രത്യേക മണ്ഡലം. ഡിപ്രസ്ഡ് ക്ലാസസ്, ഇന്ത്യയിൽ ഒത്തിരി ഡിപ്രസ്ഡ് ക്ലാസസ് ഉണ്ട്. ആ ഡിപ്രസ്ഡ് ക്ലാസസിനെല്ലാം പ്രത്യേക മണ്ഡലം വേണം എന്ന് പറഞ്ഞു. ആ കരാറിൽ ആരൊപ്പിട്ടു? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒപ്പിട്ടു. നടപ്പാക്കാൻ വന്നപ്പോൾ നമ്മുടെ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധി യർവാദ ജയിലിന് മുന്നിൽ ഒരു സമരം നടത്തി. ദ ഫാസ്റ്റ് അൺ ടു ഡെത്ത്. ആ സമരത്തെ എന്തായിരുന്നു? ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഡിപ്രസ്ഡ് ക്ലാസസും പ്രത്യേകം മത്സരിക്കാൻ പാടില്ല. അവർക്ക് ഒരുമിച്ച് മത്സരിച്ചാൽ മതി. അങ്ങനെ പ്രത്യേകം മത്സരിച്ചാൽ എന്ത് ചെയ്യും? രാജ്യം വിഭജിക്കപ്പെടുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ അവസാനം ഒത്തിരി ചരിത്ര സംഭവങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അവസാനം ഗത്യന്തരമില്ലാതെ ഡോക്ടർ BR അംബേദ്കർ ഗാന്ധിയുമായി ഒപ്പിട്ടു. ആ കരാറിൻ്റെ പേരാണ് പൂന കരാർ. എന്ത് കരാർ? പൂന കരാർ. സംവരണം കിട്ടുന്ന എല്ലാവരും പൂന കരാർ പഠിച്ചിരിക്കണം കേട്ടോ. ഈഴവർ, മുസ്ലിങ്ങൾ, ലാറ്റിൻ കത്തോലിക്കർ, ആംഗ്ലോ ഇന്ത്യക്കാർ, വിശ്വകർമ്മകർ, ധീവരർ, നാടാർ, ഹിന്ദു നാടാർ, ദളിത്, ക്രൈസ്തവർ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, OEC വിഭാഗത്തിൽപ്പെടുന്നവരെല്ലാം പൂന കരാർ എന്നെടുത്ത് വായിച്ചു നോക്കണം. പൂന കരാറിലാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ സമയമില്ല, അത് പറയാം, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അടുത്തത്, ദ ഫൗണ്ടർ ഓഫ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആരാണ്? മദൻ മോഹൻ മാളവ്യ. ആരാണ്? മദൻ മോഹൻ മാളവ്യ. ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്? മദൻ മോഹൻ മാളവ്യ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി എന്ത് കൊടുത്തിട്ടുണ്ട്? ഭാരതരത്ന കൊടുത്തിട്ടുണ്ട് മോഡി ഗവൺമെന്റ്.
Bharat Ratna by Modi government. Yes, Madan Mohan Malaviya by Modi government. The person who persuaded Gandhi to include women in Salt Satyagraha. ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തണം. പെർസ്വേഡഡ് ഗാന്ധി ടു ഇൻക്ലൂഡ് വുമൺ ഇൻ സാൾട്ട് സത്യാഗ്രഹ. സാൾട്ട് സത്യാഗ്രഹത്തിൽ നിന്നും പെർസ്വേഡ് ചെയ്ത വ്യക്തി ആരാണ്? ആരെയാണ് ഒഴിവാക്കിയത്? കമലാദേവി ചതോപാധ്യായ. കമലാദേവി ചതോപാധ്യായെ എന്ത് ചെയ്തു? സാൾട്ട് സത്യാഗ്രഹത്തിൽ നിന്ന് ഒഴിവാക്കി. അന്നേ കോൺഗ്രസിൽ അടിയ, ഇപ്പോഴും അടിയ അല്ലേ? ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ന്യൂസ് വായിച്ചോ? തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഉമ്മൻചാണ്ടി നയിക്കും, മുഖ്യമന്ത്രിയെ പിന്നീട് തീരുമാനിക്കും. ഒരടിയുടെ വാർത്തയാണ്. അന്നും അടിയാണ്, ഇന്നും അടിയാണ് കോൺഗ്രസ്. The draft of Quit India resolution was presented by Dar. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം, ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ റെസല്യൂഷൻ ആരാണ് പ്രസന്റ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ അന്നൊരു വലിയ നേതാവ് പറഞ്ഞതാണ്, പടിഞ്ഞാറൻ സോഷ്യലിസത്തിൻ്റെയും തെക്കൻ കമ്മ്യൂണിസത്തിൻ്റെയും സംയുക്ത പ്രതിനിധിയായ ബാരിസ്റ്റർ നെഹ്റുവിനെ വിളിച്ച പേരാണ് കേട്ടോ. ആര്യ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ്. ആര്യ സമാജം നിർമ്മിച്ചത് ആരാണ്? സ്വാമി സരസ്വതി. ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് നമ്മൾ വേറൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. എന്തുവാ? ഗോ ടു വേദാസ്. എന്താണ് ഗോ ടു വേദാസ്? ആര്യസമാജം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ആര്യസമാജത്തിന്റെ മുന്നിൽ എഴുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടിംഗ് ആണ് ഗോ ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയിലേക്ക് മടങ്ങുക. ഇതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഗോ ടു വേദാസ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുസ്മൃതിയിലേക്ക് മടങ്ങുക. യെസ്, ഡൗട്ട് ഇല്ലെങ്കിൽ വായിക്കാം. എത്ര മക്കളെ? 97 ഒന്നുകൂടെ പറയോ? പറയാലോ. ഏതാ? The person who persuaded Gandhi from included the women in Salt Satyagraha. സാൾട്ട് സത്യാഗ്രഹത്തിൽ നിന്നും ആരെ ഒഴിവാക്കിയ, ഗാന്ധി വേണ്ട എന്ന് പറഞ്ഞ സ്ത്രീ ആരാണ്? കമലാദേവി ചതോപാധ്യായ. കമലാദേവി ആരാണ്? കമലാദേവി എന്ന് പറഞ്ഞാൽ കമലാ നെഹ്റു എന്ന് പറഞ്ഞാൽ ആരാ? നെഹ്റുവിൻ്റെ ഭാര്യയാണ്. സരോജിനി നായിഡു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. ഇന്ത്യയുടെ വാനിമ്പാടി, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഓക്കെ, യെസ്. അടുത്ത വായിച്ചേ കേൾക്കട്ടെ. 94. Who was the founder editor of Kesari? Bal Gangadhar Tilak. 95. Pasani, which pact with Gandhiji did Ambedkar give up his demand for separate electorates? Pune Pact. 96. The founder of Banaras Hindu University, Madan Mohan Malaviya. 97. The person who persuaded Gandhiji to include women in Salt Satyagraha, Kamala Devi Chaddopadhyaya. 98. The draft of Quit India resolution was presented by Jawaharlal Nehru. 99. Arya Samaj was founded by Swami Dayananda Saraswati. 94. Who was the founder
editor of Kesari, Bala Gangadhar Tilak. 95. By signing which pact with Gandhiji did Ambedkar give up his demand for separate electorates? Pune Pact. 96. The founder of Banaras Hindu University, Madan Mohan Malaviya. 97. The person who persuaded Gandhiji to include a woman in salt satyagraha. Yeah. 98. The draft of Quit India resolution was presented by Jawaharlal Nehru. 99. Arya Samaj was founded by Swami Dayananda Saraswati. യെസ് സരിക. 94. Who was the founder editor of Kesari? Bala Gangadhar Tilak. 95. By signing pact with Gandhi, his demand for separate electorates. Pune. 96. The founder of Banaras Hindu University, Madan Mohan Malaviya. 97. The person who persuaded Gandhi to include women in salt satyagraha. Kamala Devi Chattopadhyaya. 98. The draft of Quit India resolution was presented by Jawaharlal Nehru. 99. Arya Samaj was founded by Swami Dayananda Saraswati. Any doubt? No. The first Indian elected to British Parliament was dash. ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക്. ആരാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ elected the parliament, British parliament? ആരാണ്? Dadabhai Naoroji. Dadabhai Naoroji. Yes. അടുത്തത്. Who founded the slave dynasty in 1206? 1206 അടിമ ഡൈനാസ്റ്റി, അടിമ വംശസ്ഥാപകൻ ആരാണ്? ഖുത്തബുദ്ദീൻ ഐബക്ക്. അടിവംശത്തിൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കി ഖുത്തബുദ്ദീൻ ഐബക്ക്. ഇതൊക്കെ ചരിത്രപരമായ വളരെ മറക്കപ്പെടാത്ത സംഭവങ്ങളാണ് കേട്ടോ. സുവർണ ലിപികളിൽ എഴുതിയ ഇന്ത്യയുടെ കാലഘട്ടങ്ങളാണ്. ശ്രാവണബലഗോള ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. എവിടാ മക്കളെ ശ്രാവണബലഗോള ഉള്ളത്? കർണാടക അല്ലേ? കർണാടക ശ്രാവണബലഗോള. ദ ഫേമസ് കോർട്ട് പോയറ്റ് ഓഫ് അക്ബർ. അക്ബറിൻ്റെ രാജകൊട്ടാരത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കവി ആരായിരുന്നു? തുളസീദാസ് ഭക്ത കവിയായിരുന്നു കേട്ടോ. എന്ത് കവിയായിരുന്നു? ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കവിയായിരുന്നു. ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളും കവിതകളുമായിരുന്നു അദ്ദേഹം എഴുതിയത്. ഭക്തി പ്രസ്ഥാനം. കബീർദാസ്, തുളസീദാസ്, മീരാഭായി, ഇതെല്ലാം ആരായിരുന്നു? ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കവികളായി. At the time of India's independence, who was the Prime Minister of Britain? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓക്കെ. അടുത്തത്. ദി ഹോം റൂൾ ലീഗ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആര്? ബാൽ ഗംഗാധർ തിലക്. ഹോം റൂൾ ലീഗ് ബാലഗംഗാധര തിലക്. ഒരു ഡൗട്ട് ഉണ്ട് മക്കളെ, നിങ്ങൾ ഗൂഗിളിൽ നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഹോം റൂൾ ലീഗ്. ഡൗട്ട് 100 മുതൽ 105 വരെ. വായിച്ചോ കേൾക്കട്ടെ. 100. The first Indian elected to the British Parliament was Dadabhai Naoroji. 101. Who founded the Slav dynasty in 1206 AD? Qutbuddin Aibak. 102. Shravana Belgola is located in Karnataka. 103. The famous court poet of
Akbar was Tulsidas. 104. At the time of India's independence, who was the Prime Minister of Britain? Clement Attlee. 105. The Home Rule was started by Bal Gangadhar Tilak. എയർ 100. The first, the first Indian elected to the British Parliament was Dadabhai Naoroji. 101. Who founded the slave dynasty in 1206 AD? Qutb Uddin Aibak. 102. Ravana Belgola is located in Karnataka. 103. The famous court poet of Akbar was Tulsidas. 104. At the time of India's independence, who was the Prime Minister of Britain? Clement Attlee. 105. The Home Rule League was started by Bala Gangadhar Tilak. യെസ് സരിക First Indian who founded famous court poet of Akbar was Tulsidas. 104. At the Clement Attlee. സരിക അഖില അഖില മോളെ സരിക വായിച്ചു കഴിഞ്ഞോ? സർ വായിച്ചു കഴിഞ്ഞോ? പക്ഷെ കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ. പോട്ടെ, കുഴപ്പമില്ല. അടുത്തത്. ജാലിയൻ വാലാ മസാക്കർ ടുക്ക് പ്ലേസ് ഇൻ ഡാഷ്. എവിടെയാണ്? ഓൺ ഡാഷ്. ഏത് ദിവസമാണ് ജാലിയൻ വാലാ മസാക്കർ നടന്നത്? ഏത് ദിവസമാണ് മക്കളെ? 13th April 1919. 13 ഏപ്രിൽ 1919. 13 ഏപ്രിൽ ഓർത്തിരിക്കാൻ എന്താ ഒരു എളുപ്പവഴി? എന്താണ്? 14 ഏപ്രിൽ എന്താ? വിഷു അല്ലേ? വിഷു അല്ലെങ്കിൽ വേൾഡ് നോളജ് ഡേ. അതിൽ നിന്ന് ഒരു ദിവസം കുറച്ചാൽ 1919 എന്താണ്? ഏതാണ്? ജാലിയൻ വാലാ ബാഗ് മസാക്കർ. അവിടെ വെടിവെക്കാൻ ഉത്തരവിട്ട ഭരണാധികാരി ആരാ? ഭരണാധികാരിയല്ല, ഉദ്യോഗസ്ഥനാരാ? ജനറൽ മൈക്കൽ ടയർ അല്ലേ? ടയർ. യെസ്. Who among the following wrote the commentaries on Harshavardhana's administration and the court life in Kanju? ആരാണ്? TNT Sam. കേട്ടോ? Which of the following newspaper was started by Annie Besant? മിസ്സസ് അനി ബസന്റ് തുടങ്ങിയ പത്രത്തിന്റെ പേരെന്താണ്? എന്താണ് മക്കളെ? ന്യൂ ഇന്ത്യ. മിസ്സസ് അനി ബസന്റ് തുടങ്ങിയ പത്രത്തിന്റെ പേരാണ് ന്യൂ ഇന്ത്യ. Who among the following was the founder of Aligarh Muslim University? Aligarh Muslim University ആരാണ്? സെയ്ദ് അഹമ്മദ് ഖാൻ. സെയ്ദ് അഹമ്മദ് ഖാൻ തുടങ്ങിയത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ വേറൊരു മദൻ മോഹൻ മാളവ്യ തുടങ്ങിയത് എന്താണ്? ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയാണ് അല്ലേ? എന്നിട്ടും അവർ പറയുകയാണ് ഇന്ത്യയുടെ ദേശീയതയും ഐക്യവും അഖണ്ഡതയുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അങ്ങോട്ട് കൊള്ളാമോ? കൊള്ളാം.
അല്ലേ? അടുത്തത് ഹൂ ലെഡ് ബർദോളി സത്യാഗ്രഹ ഇൻ 1928. ബർദോളിയിൽ ഒരു സത്യാഗ്രഹം തുടങ്ങി. ആരാണ് ആ സത്യാഗ്രഹം നയിച്ചത്? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഞാൻ അന്ന് എനിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എളുപ്പത്തിന് വേണ്ടി പഠിച്ചൊരു പേരുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? സർദാർ വല്ലഭായ് പട്ടിയോൽ എന്ന് വിളിച്ചു. പട്ടിയോൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പട്ടിയോൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇല്ല. ഒരു തരം മരക്കഷ്ണമാണ്. വീടൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം മരക്കഷ്ണത്തിന്റെ പേരാണ് പട്ടിയോൽ. സർദാർ വല്ലഭായ് പട്ടിയോൽ എന്നാ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ. ഹൂ ലെഡ് ബർദോളി സത്യാഗ്രഹ ഇൻ 1928. അദ്ദേഹത്തിനെ നമ്മൾ അധിക്ഷേപിച്ച് പറഞ്ഞല്ല കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോഡ് ഉപയോഗിച്ച് പറഞ്ഞതാ. മനസ്സിലായോ? ഈസ് എ ഗ്രേറ്റ് മാൻ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ ഒരു വലിയ മനുഷ്യനായിരുന്നു, ഒരു ഗ്രേറ്റ് മാൻ ആയിരുന്നു. അത് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിട്ടീഷ് ഒഫീഷ്യൽ initiated to doctrine of lapse? Doctrine of lapse എന്താണ്? ഒരു ഭരണാധികാരിക്ക് കുട്ടികളില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആൺകുട്ടി ഇല്ലെങ്കിൽ അയാൾക്ക് രാജ്യം നഷ്ടപ്പെടും. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? ഡൽഹൌസി. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന പുതിയ ഒരു കരി നിയമമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഒരു രാജാവിന് ആൺമക്കളില്ലെങ്കിൽ ആ രാജാവ് മരിക്കുന്നതോടുകൂടി ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിക്കും. മനസ്സിലായോ? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. യെസ്. അപ്പോൾ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 106. Jallianwala Bagh massacre took place on 13th April 1919. 107. Who among the following wrote commentaries on Harshavardhana's administration and the court life in Kannauj? Hayuttisang. 108. Which of the following newspaper was started by Annie Besant? New India. 109. Who among the following was the founder of the Aligarh Muslim University? Syed Ahmad Khan. 110. Who led the Bardoli Satyagraha in 1928? Vallabhai Patel. 111. Which of the following British official initiated the doctrine of lapse? Lord Dalhousie. 106. Jallianwala Bagh massacre took place on 13th April 1919. 107. Who among the following wrote commentaries on Harshavardhana's administration and the court life in Kannauj? Hayuttisang. 108. Which of the following newspaper was started by Annie Besant? New India. 109. Who among the following was the founder of the Aligarh Muslim University? Syed Ahmad Khan. 110. Who led the Bardoli Satyagraha in 1928? Sardar Vallabhai Patel. 111. Which of the following British official initiated the doctrine of lapse? Lord Dalhousie. Yes, Lord Dalhousie. Sariga. വായിക്കൂ. took place on 3rd April 1990. 107. Who among the following the administration and the court life in Kannauj? Hayuttisang. 108. Which of the following newspaper was started in India? 109. Who among the following was the founder of Aligarh Muslim University? Who led the Bardoli Satyagraha in 1980? Vallabhai Patel. 111. Which of the following British official initiated the doctrine of lapse? Lord Dalhousie. കഴിഞ്ഞു. യെസ്, ഇപ്പൊ കേട്ടു കേട്ടോ. ഇപ്പൊ നല്ലപോലെ കേൾക്കാൻ വരുന്നു. ഇടക്കിടക്കാണ് പ്രശ്നം. യെസ്, ഇടയ്ക്ക് എവിടെയോ പ്രശ്നമുണ്ട്. അതെ. Which of the following treaty ended
ദി സെക്കൻഡ് കർണാട്ടിക് വാർ? രണ്ടാം കർണാടക യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കരാർ എന്താണ്? ഫസ്റ്റത്തെ ആക്സില്ല ചാപ്പല്ലി. ഫസ്റ്റത്തെ ആക്സില്ല ചാപ്പല്ലി അല്ലേ ഇന്നലെ പഠിച്ചത്? അതെ. സെക്കൻഡ് അറിഞ്ഞൂടാ, നോക്കട്ടെ. പോണ്ടിച്ചേരിയിലെ കരാറിലൂടെയാണ് അത് ആ യുദ്ധം അവസാനിച്ചത്. രണ്ടാം കർണാട്ടിക് യുദ്ധം പാണ്ടിച്ചേരി. Who among the following reformers was associated with the passing of Widow Marriage Act? വിഡോ റീമാരിയേജ് ആക്ടിനെ കുറിച്ച് നിയമം നിർമ്മിച്ചപ്പോൾ താഴെയുള്ള ഭരണാധികാരികൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, അടുത്ത്. Which of the following event was probed by the Hunter Commission? താഴെ പറയുന്ന ഇവന്റ് ഹണ്ടർ കമ്മീഷൻ ആണ് നിയന്ത്രിച്ചത്. ഏത് ഇവന്റാണ്? ജാലിയൻവാല ബാഗ്. അത് മുമ്പേ നമ്മൾ പഠിച്ചതല്ലേ. ജാലിയൻവാല ബാഗ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ കമ്മീഷന്റെ പേരെന്താണ്? നമ്മൾ മുമ്പേ പഠിച്ചതല്ലേ. അന്ന് ഹണ്ടർ കമ്മീഷൻ നമ്മൾ പഠിച്ചില്ലേ? ഹണ്ടർ കമ്മീഷനെ ഏൽപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചു അല്ലേ? യെസ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പഠിച്ച് കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ കേട്ടോ. അപ്പോൾ എളുപ്പം പഠിക്കാം. സതി വാസ് ഡിക്ലെയർഡ് ആസ് ഇല്ലീഗൽ ബൈ ഡാഷ്. ആരാണ്? സതി നിർത്തലാക്കിയതും വില്യം ബെന്റിക്ക. അതിനുവേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണത്. ആര്? രാജാ റാം മോഹൻ റോയ്. സതി നിർത്തലാക്കിയത് രാജാ റാം മോഹൻ റായ് അല്ല, വില്യം ബെന്റിക്ക. ആരാണ്? വില്യം ബെന്റിക്. മനസ്സിലായല്ലോ? The Battle of Buxar യുദ്ധം was fought between British East India Company and Dash. Battle of Buxar ആരുമായുള്ള യുദ്ധമായിരുന്നു? മിർഖാസി. എന്താണ്? മിർഖാസി. ശരി, ഡൗട്ട് ഇല്ലെങ്കിൽ വായിച്ചോ കേക്കട്ടെ. Which of the following treaty ended the Second Carnatic War? Pondicherry. 113. Who among the following reformers was associated with the passing of the Widow Remarriage Act? Ishwar Chandra Vidyasagar. 114. Which of the following events was probed by the Hunter Commission? Jallianwala Bagh Massacre. 115. Sadi was declared illegal by Lord William Bentinck. 116. The Battle of Buxar was fought between the British East India Company and the British Company. 112. Which of the following treaty ended the Second Carnatic War? Pondicherry. 113. Who among the following reformers was associated with the passing of the Widow Remarriage Act? Ishwar Chandra Vidyasagar. 114. Which of the following events was probed by the Hunter Commission? Jallianwala Bagh Massacre. 115. Sati was declared illegal by Lord William Bentinck. 116. The Battle of Buxar was fought between British East India Company and Mir Qasim. Sariga. 112. Which of the following treaty ended the Second Carnatic War? Pondicherry. Who among the following reformers was associated with the passing of Widow Remarriage Act? Ishwar Chandra Vidyasagar. 1. Which of the following events probed by the Commission? Jallianwala Bagh
115 declared illegal by Lord William Bentinck. 116. The Battle of Buxar was fought between British East India Company and Mir Qasim. യെസ്. അടുത്തെന്താ? വിച്ച് വൈസ്രോയി പാസ് ദ ഫേമസ് ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് 1899? ഇത് നമ്മൾ മുമ്പേ പഠിച്ചതല്ലേ? കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയത് ആരാണ്? Lord Curzon. ലോർഡ് കഡ്സൺ. അടുത്തത്. The Chowri Chowra incident paved the way to the end of which of among the following movement? ചൗരി ചൗര സംഭവത്തോടുകൂടി ഇന്ത്യയിൽ ദേശവ്യാപകമായി നടന്ന ഒരു സമരം പിൻവലിക്കപ്പെട്ടു. ഏതാ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അതെ, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ആര് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചൗരി ചൗര എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കയറി 2 പോലീസുകാരെ നമ്മുടെ ആവേശം മൂത്ത സമരക്കാർ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. സോ ആ സമരം എന്ത് ചെയ്തു? പിൻവലിച്ചു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചു. അടുത്തത് ഏതാണ്? ഹൂ ഡിഡ് അക്ബർ ഡിഫീറ്റ് ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ അക്ബർ എന്ത് ചെയ്യപ്പെട്ടു? പരാജയപ്പെട്ടു. ആരെയാണ് അക്ബർ പരാജയപ്പെടുത്തിയത്? ആരെയാണ്? ഹെമു എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്, അറിയാമോ? യമു എന്ന് പറഞ്ഞ പക്ഷിയില്ലേ? ആരും ഓർത്താ മതി. അക്ബറും 2ാം പാനിപ്പട്ടും യമു. കേട്ടോ? അക്ബർ 2ാം പാനിപ്പട്ട് യുദ്ധം യമു. ഓക്കെ. വിച്ച് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇൻട്രൊഡ്യൂസ്ഡ് പോസ്റ്റേജ് ആൻഡ് സ്റ്റാമ്പ് ഇൻ ഇന്ത്യ? പോസ്റ്റേജ് സിസ്റ്റവും സ്റ്റാമ്പ് സിസ്റ്റവും ഇന്ത്യയിൽ ആരംഭിച്ചത് ആരാണ്? ലോർഡ് ഡൽഹൌസി. ഓക്കെ, ഒന്ന് വായിച്ചേ. ആകെ 4 ക്വസ്റ്റ്യൻ ഉള്ളൂ അല്ലേ? 117. Which viceroy passed the famous Indian Coinage and Paper Currency Act 1899? Lord Curzon. 118. The Chowri Chowra incident paved the way for the end of which among the following movements? Non-cooperation movement. 119. Whom did Akbar defeat in the second battle of Panipat in 1556? Hemu. Which British Governor General introduced postage stamp in India? Lord Dalhousie. 117. Which viceroy passed the famous Indian Coinage and Paper Currency Act 1899? Lord Curzon. 118. The Chowri Chowra incident paved the way for the end of which among the following movements? Non-cooperation movement. 119. Whom did Akbar defeat in the second battle of Panipat in 1556? Hemu. 120. Which British Governor General introduced postage stamp in India? Lord Dalhousie. Yes. 117. Which viceroy passed the famous Indian Coinage and Paper Currency Act of 1899? Lord Curzon. 118. The Chowri Chowra incident paved the way for the end of which among the following movements? Non-cooperation movement. 119. Who did Akbar defeat in the second battle in 1556? 120. Which British Governor General introduced postage stamp? Yes.